സച്ചിയും രേവതിയും അങ്ങനെ അവരുടെ ഫസ്റ്റ് വിവാഹ വാർഷികം ടെറസിന്റെ മുകളിൽ ടെന്റിനുള്ളിൽ തന്നെയാകാമെന്ന് സന്തോഷത്തോടെ കരുതുന്നു. രണ്ടുപേരും കുറച്ചുനേരം നല്ല റൊമാൻസ് മൂഡിൽ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങുന്നു. രാവിലെ ഉണർന്ന് രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ രവീന്ദ്രൻ എന്നത്തെയും പോലെ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അച്ചമ്മ അവിടെ അടുത്തുമിരിക്കുന്നുണ്ട്. സച്ചി വന്നിട്ട് അച്ചമ്മയോടായിട്ട്, അച്ചമ്മ ഇത്ര രാവിലെ തന്നെ എണീറ്റോ? പിന്നല്ല, നീ ഇന്നലെ പറഞ്ഞല്ലോ ടെറസിന്റെ മുകളിൽ കിടന്നാൽ നിനക്ക് നന്നായി ഉറക്കം വരുമെന്ന്. എന്നിട്ട് ഉറക്കം വന്നില്ല അല്ലേ? എന്തായാലും ഞാനും രവീന്ദ്രനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനമോ? എന്തു തീരുമാനം? അതും ഈ ഒറ്റ രാത്രി കൊണ്ട്? ഈ കലാവധി ആരാന്നാ നിന്റെ വിചാരം? പിന്നെ എൻ്റെ അച്ചമ്മയെ എനിക്കറിയില്ലേ? ആ നാട് മുഴുവൻ അടക്കി ഭരിച്ചത് എൻ്റെ അച്ചമ്മയല്ലേ എന്ന് സച്ചി പറയുമ്പോൾ, നീ കളിയാക്കുകയൊന്നും വേണ്ട. അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ, അതൊക്കെ പോട്ടെ. അല്ല, മറ്റാരെയും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും പിന്നെ വർഷയും ശ്രീകാന്തുമെല്ലാം വരുന്നത്. എല്ലാവരും വരുന്നത് കണ്ടപ്പോൾ അച്ചമ്മ എല്ലാവരോടുമായി എല്ലാവരും ഇങ്ങ് വന്നേ എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രയും അങ്ങോട്ട് വന്നു. എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അച്ചമ്മ പറയുന്നു. പിന്നീട് ചന്ദ്രയോടായിട്ട്, അല്ല രേവതിയെ കാണുന്നില്ലല്ലോ, അവൾ അടുക്കളയിൽ കാണും, നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ചന്ദ്ര മനസ്സില്ലാ മനസ്സോടെ പോയി രേവതിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. രേവതിയെ കണ്ട അച്ചമ്മ, മോളിങ്ങി വന്നേ, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ രവീന്ദ്രനും പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനു മുകളിൽ റൂം കെട്ടണം. അപ്പോൾ പെട്ടെന്ന് ശ്രുതി, റൂമോ? എത്ര റൂം? ആർക്ക്? എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നു. അപ്പോൾ സച്ചി അവനെ കളിയാക്കുന്നു. അവന്റെ ആകാംക്ഷ കണ്ടില്ലേ? അതും നിനക്ക് വേണമെന്നാണോ പറയുന്നത്? പിന്നീട് സച്ചി അച്ഛനോടായി ചോദിക്കുന്നു, എന്തിനാ അച്ഛാ ഇപ്പോൾ ഈ തീരുമാനം? അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? അപ്പോൾ അച്ചമ്മ, നിങ്ങൾ എത്ര നാളായി ഈ നിലത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്കും വേണ്ടേ ഒരു റൂമൊക്കെ എന്ന് ചോദിക്കുന്നു. ഇവർക്കെല്ലാം തനിയെ റൂമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കൂടെ? റൂം കെട്ടുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. പിന്നീട് അച്ചമ്മ രേവതിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ നിലത്ത് കിടന്നോളാം അച്ചമ്മയെന്ന്. പിന്നീട് റൂം കെട്ടുന്നതിനുള്ള ക്യാഷ് എവിടെ എന്ന ചോദ്യത്തിന് രവീന്ദ്രൻ പറയുന്നു, എനിക്കിപ്പോൾ സാമാന്യം പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഒരു ലോണ് 5 ലക്ഷം രൂപയ്ക്ക് എടുക്കാമെന്ന്. പെട്ടെന്ന് സച്ചി പറയുന്നു, അയ്യോ അതൊന്നും വേണ്ട, അച്ഛനുള്ള ആകെ വരുമാനമായത്, ഇത് അങ്ങനെ ചിലവഴിക്കേണ്ട കാര്യമില്ല എന്ന്. ചന്ദ്രയും അപ്പോൾ പറയുന്നു, അയ്യോ അത് വേണ്ട എന്ന്. പിന്നീട് സച്ചിയും രേവതിയും ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ പെൻഷൻ പൈസ എടുത്ത് ചിലവാക്കേണ്ട. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കുറേശ്ശെ കാശ് ഇടുക. അപ്പോൾ ശ്രുതി പെട്ടെന്ന്, അയ്യോ അതെങ്ങനാ? നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ തുടങ്ങണ്ടേ? പിന്നെ എങ്ങനെയാ കാര്യം പരിഹരിക്കേണ്ടത്? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ് എന്ന് അച്ചമ്മ പറയുന്നു. രവീന്ദ്രനും ചന്ദ്രമതിയും നിങ്ങളുടെ റൂമിൽ തന്നെ കിടന്നുകൊള്ളുക. ശ്രുതിയും ശ്രുതിയും ഒരു ദിവസം നിങ്ങളുടെ റൂം ഇവർക്ക് കൊടുക്കും. പിന്നീട് വർഷയും ശ്രീകാന്തും നിങ്ങളുടെ റൂം അടുത്ത ദിവസം ഇവർക്ക് കൊടുക്കും. അങ്ങനെ മാറി മാറി ഉപയോഗിക്കാമെന്ന് അച്ചമ്മ പറയുന്നു. പ്രശ്നം അങ്ങനെ തീർന്നല്ലോ, ഇനി എല്ലാവരും പൊയ്ക്കോളാൻ അച്ചമ്മ പറയും. ഇന്ന് ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂം ഇവർക്ക് കൊടുക്കുക, നാളെ ശ്രീകാന്തും വർഷയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ എഴുന്നേൽക്കുന്നതോടെ നാളത്തെ കഥ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.